ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ജോധ്പൂരാണ്, രാജസ്ഥാൻ ജോധ്പൂർ. ഞങ്ങൾ ജോധ്പൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ജോധ്പൂരിൽ മഹറങ്കറ ഫോർട്ട് അല്ലേ അപ്ലേ മഹറങ്കറ ഫോർട്ട് ആൻഡ് ബ്ലൂ സിറ്റി, പിന്നെ വേറെ എന്തോന്നും ഓടുന്നു. അത് കാണാൻ പോകും. രാവിലെ തന്നെ 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ 20 മിനിറ്റ് ലേറ്റായി. റൂമിൽ തന്നെ ചായ മാറ്റി എല്ലാവരും ഇതായി ഇറങ്ങുകയാണ്. ബ്ലൂ സിറ്റി തിരക്കാവുന്ന ഞാൻ ബ്ലൂ സിറ്റി കണ്ടത്. നല്ല വെയിലാണ്, ചൂടാണ്. എല്ലാവരും ബാഗിലൊക്കെ ഫുൾ വെള്ളം നിറച്ച് ഫുൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് റൂം എടുത്തിന്. ഇപ്പോൾ 2 റൂമുള്ള സാധനങ്ങൾ ഒരു റൂമിൽ വെച്ച്. അഥവാ ലേറ്റ് ആവുകയാണെങ്കിൽ 2 മണിയാണ് ടൈം പറഞ്ഞ്. അഥവാ ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു റൂമിൻ്റെ എക്സ്ട്രാ പൈസ കൊടുത്താൽ മതിയല്ലോ. എല്ലാവരും ഇറങ്ങാം. പവർ ബാങ്ക് അതിനെടുത്ത റൂം അവിടെ എടുത്ത് യൂസ് ചെയ്യാത്ത റൂമാട്ടോ. വേഗം ഇറങ്ങട്ടെ, വെയിലും നല്ല ചൂടാണ്. അപ്പം വേഗം പോയി സ്ഥലങ്ങളൊക്കെ കണ്ടു പറ്റേ. ഉച്ച ഇവിടെ റൂമിലെത്തിയിട്ട് 2 മണി നമ്മൾ റൂമിലെത്തിയിട്ട് ഇറങ്ങി നേരെ അജ്മീർ റൂമാണ്. എല്ലാവരും വണ്ടിയെടുത്ത് സെറ്റായിട്ട് ഇറങ്ങാൻ. സൂര്യൻ ഉദിച്ചു. രാജസ്ഥാൻ സൂര്യൻ നല്ല ചൂടാണ്. ഇപ്പോൾ രാവിലത്തെ വെയിലിനാണ് നല്ല ചൂടുണ്ട്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഉണ്ടാവും ആർക്കറിയാം. ആടാ മോൻ കണ്ടില്ലേ കൊണ്ടുവരനൊക്കെ. കണ്ടുപിടിക്കണം ബ്ലൂ സിറ്റി. അതിന് ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ട് ആർക്കും അറിയുന്നില്ല. ഇവിടെ ലൊക്കേഷൻ നോക്കിയിട്ട് വേറെ അങ്ങോട്ടാണ് കാണിക്കുന്നത്. ചോദിച്ചു പോകാം. നമ്മൾ ചോദിച്ചു പോകാൻ. ബ്ലൂ സിറ്റി ഗൈസ്. കുറേ നേരത്തെ തിരിച്ച് മണി കുറേ നേരത്തെ തിരിച്ചിലിന് ശേഷം കറങ്ങി തിരിഞ്ഞ് ഏതൊക്കെയോ ഊടുവഴികൾ കൂടെ ഞങ്ങൾ അങ്ങനെ ബ്ലൂ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ജോധ്പൂർ ബ്ലൂ സിറ്റി. കാണുന്നത് അങ്ങോട്ടുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അതാണ് മണിയടി വെക്കുന്നത്. കുറച്ച് ഉള്ളിലേ വേണ്ട. ഞങ്ങൾ ഇവിടെ വണ്ടി വെച്ച സ്ഥലത്തുനിന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പം ഇവിടേക്കുള്ള ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണിക്കില്ല. ലൊക്കേഷൻ നോക്കേണ്ട വെച്ചാൽ ക്ലോക്ക് ടവർ അടിച്ചിട്ട് വന്നാൽ ആരെങ്കിലും ചോദിച്ചാൽ ആരെങ്കിലും പറഞ്ഞു. ഞങ്ങളിവിടെ ഭൂരിഭാഗം ആൾക്കാരോട് ചോദിച്ചപ്പോൾ ആർക്കും ഈ വഴിയൊന്നും അറിയില്ല. സർദാർ മാർക്കറ്റിലെത്തി ചോദിച്ചാൽ. അപ്പോൾ ഞങ്ങൾ പോയി ബ്ലൂ സിറ്റി കാണട്ടെ.
ഒരു ഗൈഡിനെ കിട്ടിയത്. ഗൈഡ് മൂപ്പര് വരാമെന്നൊക്കെയാ പറഞ്ഞത്. പോകാം. അങ്ങനത്തെ വഴികളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. യെസ്, ഇടുങ്ങിയ വഴി. യാ നോക്കൂ ഗൈസ്, ഫുൾ ഓഫ് ബ്ലൂ. ചമ്മോ ഇടുങ്ങിയ വഴി. കൂളിംഗ് ഗ്ലാസ് നോക്കിക്കോട്ടെ, കണ്ണ് കാണുന്നു. ഇപ്പോൾ നേരെ കൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. നമുക്ക് നടത്തിക്കോട്ടെ. ഫുൾ ബ്ലൂ ഗൈസ്, ബ്ലൂ സിറ്റി. പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളാരും മിസ്സിങ് ഉണ്ടല്ലോ. അവിടെ വന്നോളാം പറയാം. വഴി വെച്ചിപ്പോ ഇനി ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കാനില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ. വെള്ളമൊക്കെ പോണ്ട് കേസ്. അതാ മക്കളെ കിട്ടിയടാ, മക്കളെ കിട്ടി. ബ്ലൂ സിറ്റി കിട്ടി മക്കളെ. ബ്ലൂ സിറ്റി. നീ കയറാണ് അമ്മയോട്. കയറിയോ? ഇതൊക്കെ കണ്ടിട്ട് നല്ല സ്ഥലമായിട്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ബ്ലൂ സിറ്റി. ബ്ലൂ സിറ്റി, ബ്ലൂ സിറ്റി. ഫുൾ ഫോട്ടോഷൂട്ടിലല്ല, രക്ക് പിടിച്ച പണിയില്ല. ഇവിടെ എന്തോ കൊടയും മറ്റേ തലപ്പാവും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്. കുടക്ക് 20 രൂപ, തലപ്പാവിന് 10 രൂപ. തലപ്പാവ് ഗിറ്റാറുണ്ട് ഒക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇപ്പോൾ അവിടെയുള്ള ചേച്ചി ഗിറ്റാറിൻ്റെയും തലപ്പാവിൻ്റെയും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു കുറേ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഒരു ചായ വാങ്ങി. അപ്പോൾ ചായ കുടിച്ചിട്ട് ഫോട്ടോ എടുക്കട്ടെ എല്ലാവരും. ഒരു സൈഡിൽ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങളുടെ അടുത്ത സൈഡിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കുക. വെറൈറ്റി ഓക്കെ. ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 തവളകൾ, ഒരു ഫ്രെയിമിൽ 2 തവളകൾ. ഇതാരാ? ആംഫിബിയൻ ഗൈസ്. നോക്കട്ടെ വ്യൂ. ബ്ലൂ, ഫുൾ ഓഫ് ബ്ലൂ. തവള, തവള. ചെറിയ സ്ഥലമുള്ളെങ്കിലും ഫോട്ടോ എടുക്കാൻ കണ്ടമാന സ്ഥലമുണ്ട്. അതുകൊണ്ട് ടൈം പോകുന്നത് അറിയേയില്ല. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് 1-2 ഫോട്ടോ എടുത്ത് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അതൊരു ലൂപ്പാണ് ഗൈസ്. ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ അപ്പം അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇതിലും വൃത്തിയുണ്ടോ. ഓ എന്നാൽ അടുത്ത ഫോട്ടോ. ഞങ്ങൾ ഏകദേശം 1-2 മണിക്കൂർ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ ഗൈഡാണ് കൊളക്കോയി. ഈ സ്ട്രീറ്റിലുള്ളതാണ്. അപ്പോൾ പുള്ളി പറയും ഈ സ്ട്രീറ്റിൻ്റെ സ്റ്റോറി എന്താണ്. बताइए। ये ब्लू सिटी इसलिए है, ब्लू मकान ऐसे करते हैं गर्मी के अंदर मकान जो ठंडा हो जाता है, ब्लू करते हैं ना तो मकान अंदर से ठंडा रहता है. അതായത് മൂപ്പര് പറയുന്നത് ഈ ഇത്രയും ക്ലോസ് അല്ല ഇത്. അപ്പോൾ ഈ ബ്ലൂ പെയിൻറ്റ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂൾ ഡൗൺ ആവാനാണ്, ഹോട്ടിൽ നിന്ന് കൂൾ ആവാനായി ടെമ്പറേച്ചർ നീലടിച്ച്. दूसरी बात यह है कि जो पुराने लोग थे, राजा महाराजा आपस में लड़ते थे, तो वह पंडित लोग जो पीछे पहाड़ी के पीछे मकान है, तो पंडितों का मकान सब ब्लू है. तो जो आपस में तो लड़ते थे लेकिन उसके ऊपर उनके ऊपर अटैक नहीं करते. ഓക്കെ. അതായത് പണ്ട് കാലിലെ ആൾക്കാർ രാജാക്കന്മാർ അടി കൂടിയിനി. അപ്പം ബാക്കിൽ കുറച്ച് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ പണ്ട് തൊട്ടുള്ള കളർ ബ്ലൂ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സിറ്റി ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത്. അതെ, പണ്ട് മുതലുള്ള സംഭവമാണ്. ये इतने लो ये कितना साल पुराना? 200 साल पुराना. बाकी ये तो बहुत पुराना है. बहुत पुराना. അതായത് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. വർഷം എത്രയാണെന്ന് അറിയില്ല. ഇത്രയും വർഷം മുന്നേ പായസം. So guys, भैया आपका नाम क्या था? ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി ലീഡ് ചെയ്യും. സുരേഷ് ഗോപി, പൃഥ്വിരാജ്. ഓക്കെ ശുക്രിയ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ മെഹറിംഗ്ര ഫോർട്ടിലെത്തിയിട്ട് ബ്ലൂ സിറ്റിയൊക്കെ കണ്ട് നേരെ മെഹറിംഗ്ര ഫോർട്ടിലെത്തി. 2 ആൾക്കാർ മിസ്സിംഗ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഡ്യൂക്ക് പിന്നെയും പണിയായി.
യുക്ക് പിന്നെയും ബാറ്ററി ഇന്നലെ രാത്രി പണിയായിട്ട് പോയി ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ എന്നിട്ട് മറ്റേ ബ്ലൂ സിറ്റി കണ്ട് ഇറങ്ങി വരുമ്പോൾ ആ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിന്നെയും ബാറ്ററി ഇപ്പോൾ അതിന് എവിടെയോ എന്തോ ഒരു സാധനം ഷോർട്ടായി കിടക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് പുതിയ ബാറ്ററി വരെ ഇറങ്ങിപ്പോയി. അപ്പോൾ നേരെ KTM സർവീസ് സെൻ്ററിൽ പോയതാണ് അവർ. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് പൊരി വെയിലായതുകൊണ്ട് ഞങ്ങൾ വെറുതെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഫോർട്ടിലേക്ക് പോകുന്നു. ഫോർട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഒരിപ്പോൾ വരും വണ്ടി പണിക്ക് കയറ്റിക്കുന്ന പറഞ്ഞ് എന്താ പണി എന്നുള്ളത് ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ അറിയാം. പൊട്ടുന്നുള്ളതും അറിയാം. എന്തായാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. പൈസ നമുക്കൊരു വിഷയമല്ല. വണ്ടി ഇവിടെ വെക്കേണ്ട സാഹചര്യം ആണെങ്കിൽ ചിലപ്പോൾ ഇന്നും കൂടെ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ നേരെ പറയാൻ പറ്റില്ല. നേരെ അജ്മീർ പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഗൈസ് പറയും അത് നടക്കുന്നു എന്തായാലും തോന്നുന്നില്ല. സർവീസ് സെന്റർ കയറ്റിക്കുന്നുണ്ടോ? വണ്ടി ഇതാണ് വെച്ചിരിക്കുന്നത്, പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് മെഹറിംഗ്ര ഫോർട്ട് അല്ലോ. ഞാൻ രാവിലെ പറഞ്ഞാൽ എന്തോ ഒരു അബദ്ധം പറ്റിക്കുന്നു. മെഹറിംഗ്ര ഫോർട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. വണ്ടികൾ അവിടെ ഉണ്ട്. ഗൈഡൊന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട. ഗൈഡ് ചാപ്പിളി അന്നേ നല്ല വെയിലാണ് ഗൈസ്. അതുകൊണ്ടാണ് ഫുൾ സെറ്റപ്പ് ആയിട്ട് ഇറങ്ങിയിട്ട്. മൂന്നാൾക്കാരുണ്ട്. അവരെ അവസ്ഥ എന്താവുന്നു നല്ല എടുക്കണ്ടേ രാജസ്ഥാനിൽ ഗൈസ്. ഫോർട്ട് മെഹറിംഗ്ര ഫോർട്ട് നല്ല വെയിലാണ് ഗൈസ്. ഞങ്ങൾ നേരം വേഗം നടന്ന് അങ്ങോട്ട് പോട്ടെ. ടിക്കറ്റ് എടുത്ത് ഗൈസ്. അടുത്ത് ടിക്കറ്റ് കാട്ടി തരാം. രാക്ക് 200 റുപ്യ കേട്ടോ. 200 റുപ്യ രാക്ക്. 1200 ആറാൾ. എൻ്റെ ചെറിയൊരു ഇത് കാട്ടിത്തരാം. ഫോർട്ടിൻ്റെ ചെറിയ സ്ട്രക്ചർ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കാണിക്കുന്നുണ്ടോ? ആണ് ഫോർട്ട്. ശരിക്കും ഇപ്പോൾ കയറി സാധനം ഇല്ല. എവിടെയാകുമ്പോൾ ഉള്ളത് മനസ്സിലാവില്ല. വേഗം അങ്ങോട്ട് പോട്ടെ. ശരിക്കുള്ള കാണുമ്പോൾ പോയിട്ട് പട്ടാളക്കാർ പിടിച്ചിരിക്കുന്നു ഗൈസ്. പിച്ചക്കാരൻ ഇതൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പട്ടാളക്കാരെ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിൽ കയറിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു വ്യൂ. ടിക്കറ്റ് എടുക്കാം ഗൈസ്. 200 റുപ്യ ടിക്കറ്റിനാ പറഞ്ഞത്. ടിക്കറ്റ് എടുക്കാൻ പോകണം. ടിക്കറ്റ് എടുക്കാൻ പോകണം. ടിക്കറ്റ് എടുത്ത് വന്നിട്ട് കാണാം. അവിടെ ഒരു ചെങ്ങൈ എന്തോ സാധനം കട്ടുണ്ട് കേട്ടോ. പൈസ കൊടുക്കണ്ട. വീഡിയോ രാവൺ ഹട്ട ഗൈസ്. പൈസ കൊടുക്കണേ. ഗൈസ് ഞങ്ങൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ കോളേജ് സ്റ്റുഡൻസൊക്കെ വന്നിരിക്കുന്നു. കുറച്ച് ലിസ്റ്റ് പറഞ്ഞോട് പറയും. ഇതിൻ്റെ അടി എന്ന് പറഞ്ഞിട്ട് 400 ഫീറ്റാണ് വരുന്നത്. കന്നഡ യൂട്യൂബിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാനുള്ള പരിചയമുള്ളൂ. അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. ഇതിനെക്കുറിച്ച് നല്ല അറിയുന്ന ആളുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ഞങ്ങൾക്കൊന്നും നല്ലതായിരുന്നു. രജപുത്ര രാജാവിന്റെ മകനായ രാജാറാവ് ജോധ ആണ് ഈ കൊട്ടാരം നിർമ്മിച്ച് തീർത്തത്. എനിക്ക് തോന്നുന്നു 14th സെഞ്ചുറി ആ ഒരു ടൈമിൽ 14th സെഞ്ചുറിയിലാണ് ഇതിന്റെ പണി പൂർത്തിയായതെന്നാണ് പറയുന്നത്. 1489 ആ ഒരു ടൈമിലാണ് ഇത് കൊട്ടാരം പൂർത്തിയായത്. ഓക്കെ, അത്രയൊക്കെ അറിയുള്ളൂ. ഗൂഗിൾ പഠിച്ചിരിക്കുന്ന ഞങ്ങളെന്തോ ഇവിടെ നിന്ന് തിക്കണ്ടവരേ അല്ലേ, അതുകൊണ്ട് വലുതായി പഠിക്കാൻ തോന്നിയില്ല. വരിക, സ്ഥലം കാണാൻ, എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. മലേൻ്റെ മുകളിൽ ഒരു വണ്ടി വന്ന് നന്നായി അല്ലേ, മലക്ക് കയറുന്ന ശരിയാ പോയി.
അതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. നല്ല എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനം. കൊട്ടാരങ്ങളും അതന്നെ അതാണ് ഞങ്ങൾ അങ്ങനത്തെ ഓരോ വൈബാ. ഇവിടെ ഇപ്പൊ ഇന്ത്യ ഉണ്ട് ചോദിച്ച് മനസ്സിലാക്കാം. അമ്മോ വലിയൊരു കൊട്ടാരം വലിയ കൊട്ടാരം. പോലെ എനിക്ക് തോന്നുന്നു. ഇത് കൊട്ടാരം ഇത് മറ്റേ സിനിമക്ക് ബാഹുബലിക്ക് നല്ല മീൻസ് ചുമര നോക്കാം. വാതിൽ വെക്കടാ. കവാടം കൂർപ്പുള്ളേ. ആ നല്ല വലിപ്പം കേട്ടോ. ഇതിൽ കാണുന്ന വരുന്നല്ല. എന്നാടെ നിൽക്കുന്ന ഒരാള് ഈ കവാടത്തിന് വലിപ്പം കാട്ടിക്കോ. ആ ചെറിയ ഒരാൾക്ക് കയറാനുള്ള ഗ്യാപ്പാണ്. രാജാവാണ് ഐ തിങ്ക് ഫുള്ള് തുറക്കും. തുറക്കുക. കുതിരവണ്ടിയൊക്കെ കയറുന്ന വഴിയേക്കും. ഗ്രിപ്പിന് കുതിരവണ്ടി ഗ്രിപ്പിന് ഇവിടെ പാറ വെട്ടിച്ച് കുതിര ഗ്രിപ്പിട്ട് തന്നെ ആയിരിക്കും. ഉമ്മോ എന്തത് കഴിച്ചിന്നെ വെക്കുന്നുണ്ട്. വേണ്ട നീ വെച്ചിട്ട് ആവില്ല. ആ കുറെ കുഞ്ഞിക്കൈകളുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. കാണുക പണ്ടത്തെ എന്താ സംവിധാനമാണ്. യെസ്. ഫോട്ടോ എടുക്കല്ല കുട്ടി 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 കുട്ടി. ഡിസ്കവറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നു നോക്കട്ടെ. നോക്കൂ. ഈ മക്കളവിടെ സെൽഫി എടുക്കുന്നുണ്ട്. കഴിച്ചു ഉണ്ടാവും. എല്ലാവരും കണ്ടുവെച്ചാൽ കുട്ടികളവിടെ സെൽഫി എടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് കാണാൻ. രണ്ട് കോഴികൾ സെൽഫി ഗൈസ്. സെൽഫി വരികയാണെങ്കിൽ വീഡിയോയിലും വരും. സെൽഫി ഉണ്ടല്ലേ? സെൽഫി എടുക്കണേ. സഭ 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 അന്ന് ഇവിടെ ഇരുന്നിട്ട് സഭ കൊടുത്താണ്. നടക്കും നടക്കും. ആ നടക്കുക. ആയുധങ്ങൾ ആളും പരിചയം കണ്ടു ഗൈസ്. നോക്കൂ നോക്കൂ ഗൈസ്. ഇതെന്താ നിങ്ങളുടെ അടുത്ത് എറിയാ ജാവലിംഗ് ത്രോ ആയ സാധനം. ആ തീക്ക് പന്തൊക്കെ കിട്ടിയിട്ടാ. ഒരു കർണാടകക്കാരൻ അവിടെ കിട്ടിയിരുന്നു. കർണാടക അറിയോ? ഓക്കെ അത് മതി. വാള് ഗൈസ്. വാളും പരിചയം. ഇന്നത്തെ വാളും പരിചയം നല്ല കണ്ടത്. നിങ്ങൾ എടുത്തിട്ട് നല്ലത് രക്ഷപ്പെട്ടു. സത്യ വളഞ്ഞു നടക്കുന്ന ഇത് യുദ്ധം കഴിഞ്ഞ വാളാന്ന് തോന്നുന്നു. വളവൊക്കെ ഉണ്ട്. ഹെൽമെറ്റ് ഇതൊക്കെ മറ്റേതില്ലേ കഴിക്കാൻ പറ്റണൊക്കെ. ഇത് മറ്റേ ബാഹുബലിയുള്ള സാധനം തന്നെ. സെറ്റപ്പ് തന്നെ. എന്താണ് मैं अभी कुछ चीज हाथ लगा के देखो, मैं क्या करूंगा देखो आप. ആണല്ലേ എന്തോ ചോദിച്ചു. എന്താ
क्या है ये तो मेरा बॉक्स है बैठने के लिए इस तरह से ഇരിക്കാൻ വന്നതാണ്ടോ चलो देख के आगे बढ़ते रहो കിട്ടിയ വലിയ ചോദിച്ചു മേടിച്ചു അന്നേരം കയറി പോയി ചെറിയ പേനൊക്കെ തിമ്പൽ പഴയ പോർച്ചുഗീസ് കഴിച്ചിട്ടുള്ള എല്ലാ കത്തിയുണ്ട് അത് മറ്റേ സാധനം തുറന്ന് കേൾക്കുന്ന കത്തി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ കളരിയല്ല കളരി കഴിച്ചാൽ യുദ്ധം കഴിഞ്ഞ സാധനങ്ങൾ കഴിക്കും പണ്ടത്തെ കളരി കളരി സ്റ്റോക്ക് കഴിച്ചു ആ ശരിയാട്ടോ വിത്ത് കത്തി സെറ്റപ്പ് സാധനം കേട്ടോ ഒരു ഫോട്ടോ എടുത്തോട്ടായിരുന്നു ഫുള്ള് അവൻ അടിയിൽ സെറ്റപ്പ് നോക്കും അടിയിൽ സെറ്റപ്പ് നോക്കും ബാബുവാ ഞാൻ അടുത്ത സ്ഥലത്തേ പോട്ടെ കഴിച്ചു നല്ല അടിപൊളി സംഭവങ്ങളാണ് എല്ലാം വീഡിയോ എടുക്കാൻ അങ്ങനെ തോന്നുന്നു നല്ല കാറ്റിട്ടുണ്ട് അവിടെ ആഹാ തൊട്ടിലാന്ന് തോന്നുന്നു തൊട്ടിൽ കഴിച്ചു തൊട്ടിലാന്ന് തോന്നുന്നുണ്ടോ നമ്മളെ നാട്ടിൽ തന്നെ അറിയാം തൊട്ടില് ആ നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെ തൊട്ടില് അല്ലേ തൊട്ടിലല്ലേ രാജാവ് ഇത്രയും കുട്ടികളോ ശരിയല്ലേ രാജാവിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതന്നെ ഒരു പരിപാടി തൊളയിലൂടെ ഞങ്ങൾ നോക്കുന്നു എന്താ മെയിൻ തൊട്ടിൽ അവിടെ ഒരു അടിവാതിലുണ്ട് അടിവാതിൽ തുറന്നു കടവാതിൽ ആ തുറന്നടത്തിരിയാൻ ഇത് കണ്ടത് മലയാളം പാട്ട് കേട്ടു മലയാളം പാട്ട് മലയാളിയും കിട്ടി മലയാളി ഫോട്ടോ മലയാളിയും കിട്ടി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ റെസ്റ്റ് ഇരിക്കുന്നു ഇപ്പൊ കിട്ടിയ മലയാളി കോട്ടയംകാരൻ മലയാളി മലയാളി ഫുഡ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മളുള്ളത് ജോധ്പൂരിൽ KTMൻ്റെ സർവീസ് സെൻറ്ററിലാണ്. വണ്ടി പിന്നെയും പണി തന്നു ഗൈസ്. ഞാനും ജ്യോതിർ കൂടി ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ വണ്ടി നന്നാക്കാൻ വേണ്ടി വന്നതാണ്. വണ്ടീൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോയി, എന്തോ ഒരു ഷോർട്ട് കണക്ഷൻ ആണെന്നാണ് തോന്നുന്നത്. ഒരു വണ്ടി വെറുതെ ഇങ്ങനെ റേസായി കളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അഡ്വൈസറാണ്, ചോദിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ KTM ബജാജ് പാവബിഡ് സർവീസ് സെൻ്ററിലാണ് ജോധ്പൂറിൽ. അവൻ്റെ വണ്ടീൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു, അത് കൂട്ടാൻ വന്നാണ്. മൂപ്പരാണ് അവൻ്റെ വണ്ടീനെ ഫുള്ള് പണിയെടുത്ത്. എൻ്റെ അവൻ്റെ അവൻ്റെ വണ്ടി കഴിഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ബജാജിൻ്റെ വണ്ടി കഴിക്കുന്നു. അപ്പോൾ വണ്ടി ഞാൻ കുട്ടപ്പനായിക്കളാ വിചാരിച്ചു. നമ്മളൊന്ന് രാവിലെ കുളിക്കുന്നതല്ലേ. മൊത്തം പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇവിടെ കിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട് പോലെ അല്ലല്ലോ വലിയ. അതെ 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 മാറ്റി എന്തേ അങ്ങനെ വണ്ടിപ്പണിയും ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നാ. അപ്പം ഇന്ന് അജ്മീർ പിടിക്കാമെന്ന് വിചാരിച്ച് നടക്കൂല. ഇന്ന് ഇവിടെ ജോധ്പൂർ തന്നെ സ്റ്റേ. നാളെ രാവിലെ ഏർലി മോർണിംഗ് അജ്മീർ പിടിക്കും. ഇവിടെ കേരള ഹോട്ടലിലാണ്. കേരള ഹോട്ടലിലാണ്. അങ്ങോട്ട് തിരിച്ചാൽ റെഡി ആവില്ല. കേരള ഹോട്ടലാണ്. ഇത് കേരള ഹോട്ടലാണ്.
ജോധ്പൂരിലെ കേരള ഹോട്ടൽ. അവിടെ നല്ല പൊറാട്ടയും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന്. ഞങ്ങൾ സർവീസ് സെൻ്ററിലായിരുന്നല്ലോ, അപ്പം ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി ഫുഡാണ്, അതിനുള്ള പൈസ ഉണ്ടാവും, നല്ല പൈസ ഉണ്ട്. മുട്ടക്കറി ഇതാ രണ്ട് മുട്ടക്കറിയും 90 രൂപ, ഒരു പൊറോട്ട 20 രൂപ. ആ പൈസക്കാർക്ക് ഇവിടെ നിന്ന് കഴിക്കാം അല്ലേ? എന്താ പറയാനുള്ളത് താങ്കൾക്ക്? പറയൂ. അടിപൊളി ഫുഡ് സെറ്റ്. ഇനി പോവാ കിടക്കാൻ പൊറോട്ട കയറ്റിട്ടാണ് ആ പറയുന്നത്. കശിമൊക്കെ ഇത്രയും കാലങ്ങൾക്ക് ശേഷം 4 പൊറാട്ടൊക്കെ കഴിക്കുന്ന പൊറാട്ടൊക്കെ കഴിക്കുന്ന കശിമ. പറയൂ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുറേ നാളുകൾക്ക് ശേഷം നാട്ടിലെ ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടിയോ? കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. കഴിക്കട്ടെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ജോധ്പൂരിൽ ഇന്നലെ റൂം എടുത്ത അതേ സ്റ്റൈൽ തന്നെ എന്നും അങ്ങനെ ഞങ്ങൾ എന്താക്കി വണ്ടി ഫുൾ അങ്ങോട്ട് കഴുകി സെറ്റായി കാണാൻ വിചാരിച്ചു. അപ്പോൾ 3 വണ്ടിയാണ് കഴുകി കൊണ്ട് വെച്ചു. എൻ്റെ വണ്ടി ഞാൻ ഷോറൂം തന്നെ കഴുകി, ഡ്യൂക്ക് ഷോറൂം തന്നെ കഴുകി. എക്സ്പൾസ് തപ്പം അവിടെ ഞങ്ങൾ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂം അത് അവിടെയാ റൂം, ഗസ്റ്റ് റൂം കണ്ടോ? അവിടെയാ റൂം. അവിടെ നേരെ ഓപ്പോസിറ്റ് അവിടെ വണ്ടി കഴുകാൻ വന്ന് വണ്ടിയൊക്കെ ഫുള്ള് കഴുകി. ആയില്ലോ ആയി കണ്ടോ? ചെക്കനാ വണ്ടി കഴുകി. ചെക്കനല്ലേ കഴുകി? ആ ചെക്കൻ തുടക്കുക ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് ചെക്കനെ ടോപ്പായി കൊടുത്തിരിക്കുന്നത്. എന്താ സംഭവം വിചാരിച്ചിരിക്കുന്നത്. ചെയിനൊക്കെ കഴിഞ്ഞാണ്ട് ഫുള്ള് ചെയ്ത് വണ്ടി ഫുള്ള് ക്ലിയർ ചെയ്ത് നല്ല വാഷിംഗാ, കുഴപ്പമില്ലാത്ത രീതിയിൽ ലാഭമാണ്. അഫോർഡബിൾ ആണ് നാട്ടിനെക്കാട്ടും. നാട്ടിൽ 250 കൊടുക്കണം, ഇവിടെ 70 ഉള്ളൂ. പ്ലസ് ചെയിൻ ക്ലീനിങ്ങിന് 30, അഡീഷണൽ നമ്മൾ ഡീസൽ വാങ്ങി കൊടുക്കണം, അത്രേ ഉള്ളൂ. ഫുള്ള് ഇവിടെ ചെറിയ പടകളുണ്ട്, പടകൾ. गाइस विराट कोहली नाम है, वीडियो को लाइक करना भाई। आप हम फैंस हैं, हम आपकी वीडियो देखते हैं। ഫുള്ള് ഫാൻസായി ഗൈസ്, ഫുള്ള് ഫാൻസായി. हेलो गाइस, वेलकम टू माय जोधपुर। ഓക്കെ ഗൈസ്, അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം 5 സംസ്ഥാനങ്ങൾക്ക് ശേഷം ഞങ്ങളങ്ങനെ ജോധ്പൂരിൽ നിന്ന്, രാജസ്ഥാൻ ജോധ്പൂരിൽ നിന്ന് വണ്ടി വാഷ് ചെയ്തു. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ഫുൾ ഹൈവേ കൂടെ ഫുൾ ചാളി പിടിച്ചൊക്കെ കൂടി നാഷണൽ പെർമിറ്റ് ലോറി പോലെ ആയ ഞങ്ങളെ വണ്ടി ഇപ്പോൾ കിടന്ന് വെട്ടിത്തിളങ്ങുന്നു. ഗൈസ് നോക്കൂ, ആഹാ എന്താ തിളക്കം, എന്താ തിളക്കം. നോക്കൂ. ഞങ്ങൾ 2 വണ്ടി ഞങ്ങൾ ഷോറൂം തന്നെ ചെയ്യിപ്പിച്ച് ബാക്കി 2 വണ്ടി ഇതാ അവിടെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ ചെയ്ത്. എന്താ അഫോർഡബിൾ പ്രൈസ്, 70 റുപ്യ. വണ്ടി ഇതാ ഇങ്ങനെ വാഷ് ചെയ്ത് തന്നു, 70 റുപ്യ ആയിട്ടുള്ളൂ. ചെയിൻ ക്ലീൻ ചെയ്യണമെങ്കിൽ 30 റുപ്യ എക്സ്ട്രാ കൊടുത്താൽ 100 റുപ്യക്ക് ഇതാ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 200 റുപ്യാണ് നോർമൽ, 250 റുപ്യാണ് 200 റുപ്യ വാഷിന് വാങ്ങേണ്ട സ്ഥലത്ത് ഇവിടെ 100 റുപ്യക്ക് പരിപാടി കഴിഞ്ഞു. ചെയിനും ക്ലീൻ ചെയ്ത് തന്ന്, വണ്ടിയും വാഷ് ചെയ്ത് തന്നു. ഈ ഗൈസ് നമുക്ക് ലൂബ് അടിക്കാൻ മാത്രമേ ഉള്ളൂ. ലൂബ് അടിക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ മഴ പെയ്യില്ലാന്ന് വിചാരിക്കില്ല, രാജസ്ഥാനത്തില്ലോ. ഈ പഞ്ചാബിലും അതുകൊണ്ട് മഴ ഉണ്ടാവില്ല. പിന്നെ മേലോട്ട് ജമ്മു കയറി കഴിഞ്ഞാൽ മഴ ഉണ്ടാവും, വേറെ തിളങ്ങല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനി അതാണ് സിയോ പോട്ടെ.